കസ്റ്റഡി വാങ്ങും. ഇന്ന് ഹാജരാക്കിയിട്ടുള്ളതാണ്. അപ്പം റിമാൻഡ് ചെയ്യും. റിമാൻഡിന് ശേഷം അവർ പോലീസ് കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദിക്കാനുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങും. അതായത് ചോർത്തയായിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. ചോർത്തപ്പെട്ട ക്വസ്റ്റ്യൻ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറയുന്നത്. അല്ല, അയാൾ പറഞ്ഞിരിക്കുന്ന അയാൾ മറ്റുള്ള പ്രതികളുടെ പേരിലാണ് ആരോപിക്കുന്നത്. എങ്കിലും ചോർത്തപ്പെട്ടിരുന്ന അയാൾക്ക് പിന്നീട് മനസ്സിലായത് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അബ്ദുൽ നാസർ മാത്രമാണ് ചോർത്തിയത്, മറ്റ് ഫഹദ് പറയുന്ന ഫഹദിന് കിട്ടിയിട്ടില്ല, അപ്പോൾ സുഹൈബിന് കിട്ടിയിട്ടുണ്ടാവും. 2023 ഇത് ചോർന്നിട്ടുണ്ട്. അത് അപ്പോൾ വിഷയമല്ല, നമുക്ക് വേറെ തെളിവുണ്ടല്ലോ. അവർ പറയുന്നത്, പ്രതികൾ പറയുന്നത് മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ. നമുക്ക് അല്ലാതെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ നോക്കുന്നത് ഈ വർഷത്തെ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയുമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ആണ് നമ്മൾ കൂടുതൽ തീരുമാനം ആവേണ്ടത്. അപ്പോൾ അതെ, നമ്മൾക്ക് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ക്രിസ്മസ് പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷയിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ടുള്ള വ്യക്തമായിട്ട് തെളിവുകളുണ്ട്. അതിനെപ്പറ്റി തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പിന്നെ പ്രത്യേക കസ്റ്റഡി വാങ്ങി ചോദിച്ചതിന് ശേഷം കൂടുതൽ അത് നോക്കാം. അത് കൂടുതലായി നോക്കട്ടെ, കൂടുതലായിട്ട് പരിശോധിക്കട്ടെ. ഏതാ മനസ്സിലായി? അത് നമ്മൾ പിന്നെ അവർ കസ്റ്റഡി വാങ്ങി ചോദിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ മറ്റ് സ്ഥാപനങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വഴി കൂടി അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തും. ഈ അന്വേഷണം ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ചോർത്തപ്പെട്ടിട്ടുണ്ടോ, ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളോട് പരിശോധിക്കുന്നതാണ്. ഇന്നലെ ഇതുവരെ 4 പ്രതികളാണ്. ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ഞങ്ങളുടെ വിഷയമല്ല, അത് അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിഷയമല്ല. സ്ഥാപനങ്ങളുടെ ശത്രുത ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടോ അതിനൊരു തെളിവെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെ. അത് തീർച്ചയായും ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ചോർന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അവർ പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം പിന്നെ ഗൂഢാലോചന ഉണ്ടല്ലോ, വ്യക്തമാണ്. അതിൽ ഈ 4 പേര് ചേരുമ്പോൾ തന്നെ ഗൂഢാലോചന ആയല്ലോ. ഈ ഓൾറെഡി ആയിക്കഴിഞ്ഞ് കൂടുതൽ പ്രതികളിലേക്ക് നീങ്ങാൻ പറ്റുമെന്ന് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് പരിശോധിക്കണം. എന്തെങ്കിലും നേട്ടം ഉണ്ടാവാതെ ക്വസ്റ്റ്യൻ ചോർത്തി കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇന്ന് കസ്റ്റഡി കിട്ടുകയാണെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഇന്ന് വാങ്ങും, അല്ലെങ്കിൽ അടുത്ത ദിവസം വാങ്ങും.